അവസാനം കിട്ടിയിരിക്കുകയാണ്. മാനുവലി പോയി തപ്പി ഞാൻ നോക്കി ഇതിനുള്ളിൽ മാനുവലി ഐത്തുണാർ. അപ്പോൾ അതിന് ഒരു ലോഞ്ചർ ഐക്കൺ കൊടുത്തു. ഒരെണ്ണം കൊടുക്കണ്ട, ഒരെണ്ണം കൊടുത്താൽ മതി. ഐത്തുണാർ എന്നാണ് അതിൻ്റെ പേര്. ഉണ്ടോ? അപ്പോൾ ഇത്രയ്ക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതായിട്ടൊരു സാമ്യമില്ലേ, ഫയൽ എഡിറ്റ്, വ്യൂ, ഗോ, ബുക്സ്, വാങ്സ്, ഹെൽപ്പ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ഇതുപോലെ വരുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ വരും. ഫോർ എക്സാമ്പിൾ ഇതിൽ ഡോക്യുമെൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഇത് താഴ്ത്തിക്ക് പോകാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ ആൾവേസ് ഓൺ ടോപ്പ് കൊടുക്കാം. വേണ്ട, അപ്പോൾ ഒരു ചെറിയ ചൊറി പിടിച്ച പോലെ വന്നിട്ടില്ല, അത് ശരിയാക്കണം. ഇതിൽ pip.txt എന്ന് പറഞ്ഞ ഫയൽ കണ്ടില്ല, ഇത് ഇവിടെ വന്നിട്ടുണ്ട്. MTM എന്നുള്ള ഫോൾഡർ, RW എന്നുള്ള ഫോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ ഹിഡൻ ഫയൽസ് കാണിക്കേണ്ട പറഞ്ഞുകൊണ്ട് ഇത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, ഹിഡൻ ഫയൽസ്. പിൻ എഫക്റ്റ് ഇതിലും 2 ഫോൾഡർ, ഓക്കെ. ഇതിൽ 3 ഫയൽസ്, ലാപ്ടോപ്പ് ബൈ. പക്ഷെ ഇതിൻ്റെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. RW വരും. ഇത്തിരി ഫാസ്റ്റ് അല്ലേ ഇതിനേക്കാളും, റോബോട്ടിക്സ്. അപ്പോൾ ഇവിടെ വന്ന ഈ സാധനം വന്നിട്ടുണ്ട്. ഇവിടുത്തെ അതിൻ്റെ പാത്ത് ബാർന്നത് പറയുന്ന സാധനം, അതും ഒക്കെയാണ്. നല്ല ഫാസ്റ്റൊക്കെയാണ്. അപ്പം ഇതിനൊന്ന് മെച്ചപ്പെടുത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ അപ്ലിക്കേഷൻ പെട്ടെന്ന് ലോഡ് ആവണൊക്കെ ഉണ്ട് സെം2. പക്ഷെ ഇതിവിടെ എഴുതി കാണിക്കുന്നതിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട്. ഈ എഴുതിയ വേർഡ്സ് 1 പിക്സൽ വിടുത്തിരുന്ന് വന്നിട്ടൊരു സുഖമില്ല കാണാനായിട്ട്. അതൊന്ന് ബോൾഡാക്കാനുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്നുണ്ട് ക്രിയേറ്റ് ഫോൾഡർ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനുള്ളിൽ അത് വർക്കിംഗ് ആയിട്ടില്ല. ക്രിയേറ്റ് ഡോക്യുമെൻറ്റ് ഇനി ചെയ്യാനുണ്ട്. നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സാധനങ്ങളില്ലേ, ഇതൊക്കെയും ഈ ഐക്കൺസ്ക്ക് പിന്നീട് കൊടുക്കാം. പ്രോപ്പർട്ടീസ് ഇതിനെങ്കിൽ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി കൊടുക്കണം. ഇവിടെ സൂം ഇൻ സൂം ഔട്ടൊക്കെ ഉണ്ട്, അതിന് ആവശ്യം ഉണ്ടായില്ല. എന്നാലും പേസ്റ്റ്, ക്രിയേറ്റ് ഫോൾഡർ, കട്ട്, കോപ്പി, പേസ്റ്റ്. അത് ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരണോ, അതങ്ങനെ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇവിടെ 4 വരി എന്നുള്ളത് തെളിയും വരി വേണമെങ്കിൽ കൂട്ടാം. അതിപ്പോൾ 4 വരിയായിട്ട് കാണുള്ളൂ. എത്ര വലുതാക്കിയാലും ചെറുതാക്കിയാലും 4 വരി എന്നുള്ളതിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊന്നിനും എഫക്റ്റ് കൊടുത്തിട്ടില്ല. ശരിക്കും കിങ് ആയിട്ടില്ല. ഫുള്ള് ഇതൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുള്ളൂ. സൈഡിലത്തെ പ്ലേസസ് എന്നുള്ള ഭാഗം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പാത്ത് ബാറും ശരിയായിട്ടുണ്ട്. ശരിക്കും ഒരെണ്ണോടെയും വേണം അല്ലേ. ഇപ്പോൾ നമുക്ക് ഹോമിലേക്ക് പോകാൻ പറ്റും. പിന്നെ വേറെ ഹോമിൽ ആവശ്യം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഡൗൺലോഡ്സ് കിട്ടും. ഈ ഡൗൺലോഡ്സ് തന്നെയാണ്, ഈ ഡൗൺലോഡ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡൗൺലോഡ്സ് അപ്പം ഇതിനൊന്ന് സൂപ്പറാക്കി എടുത്തിട്ട് നമ്മൾ ഇതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റണം. ആ ഒരു കണ്ടീഷൻ വരണം. ഇപ്പോൾ ഒരു തമ്പനയിലൊക്കെ കാണാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ആയുഷ് ഡോക്യുമെൻറ്റ്സ് RW, അതിലിപ്പോൾ ആയുഷ് ഡോക്യുമെൻറ്റ്സ് ഇവിടെ ശരിക്കും ഇതിൻ്റെ തമ്പനയിൽ കാണിക്കണം. അവിടെ ഇനി ടെക്സ്റ്റ് ഫയൽ എന്നുള്ളതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഐക്കൺ വരണം. ഇത് PDF ആണെന്നുള്ളതിൻ്റെ വരുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF വ്യൂവറിൽ ഓപ്പൺ ആയി വരുന്നുണ്ട് PDF. അത് ഓക്കെയാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടപ്പോൾ ഇന്ന് കഴിയാവോ, ഇന്നത്തോടെ കഴിഞ്ഞില്ലെങ്കിൽ സമയം വെറുതെ കുറേ പോവും. ലെറ്റ്സ് ട്രൈ സ്റ്റോപ്പ് ചെയ്യാൻ വിൻഡോസ്